ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് മറ്റൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉള്ളത് എവിടെയാണെന്നറിയോ? കാണണ്ടോ? അബു അൽ ഹസനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് 30-ാം നമ്പറിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണിത്. അൽ ഹറൂഫ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ബ്രാഞ്ച് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മഹബൂലയിലുണ്ട്. അപ്പോൾ അടിപൊളി ഫുഡാണ്. കുവൈറ്റി റെസ്റ്റോറൻ്റാണ്, പിന്നെ അറബിക് ഫുഡാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് സിദ്ദീഖ്, അതുപോലെ തന്നെ സുഹൈൽ, അവർ രണ്ടുപേരും വിളിച്ചിട്ട് വന്നാണ്. അപ്പോൾ അവരെ എന്തോ ഒരു ചെറിയ രൂപത്തിലുള്ള എന്തോ ഒരു ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇനി ബാക്കി നമുക്ക് അവിടെ അകത്ത് കയറിയിട്ട് കാണാം. ഇതാണ് ക്യാബിൻ കേട്ടോ, നല്ല ക്യാബിനാണ്. ഉണ്ടോ? ഇത്ര ഈ ഒരു സ്പേസാണ് ക്യാബിന്. പഴയ പൈപ്പില്ലേ, നമ്മളെ നാട്ടിലെ പഴയ സ്കൂളിലെപ്പോഴും കാണുന്ന പൈപ്പില്ലേ, പൈപ്പ്. സിദ്ദീഖ് എത്തിയിട്ടുണ്ട്. ഇതാണ് സിദ്ദീഖ് കേട്ടോ. ഇത് സുഹൈൽ, നമ്മളെ കൊൽക്കത്ത. പ്ലേറ്റ് അങ്ങോട്ട് വെച്ചോ, നമുക്ക് ബാക്കിയുള്ള സാധനം വെക്കാൻ. ഇതാ സാധനത്തിരിക്കുന്നു. നോക്കട്ടെ, ഇത് കളച്ചിട്. ഇത് കളച്ചിട്ടല്ല മറ്റേ അതിന്റെ മട്ടൻ കാണുള്ളൂ. ആ കളച്ചോ. ആ മട്ടൻ എടുത്ത് പുറത്തിട്ട്, മട്ടൻ പുറത്തിട്ട്. വേണ്ട, കൊതിയായിട്ട് വയ്യ. എത്ര നേരം വേവിക്കുന്നുണ്ടെന്ന് നോക്കണ്ട. എന്താ ശുദ്ധീകരണം കൊതിച്ചിരിക്കുന്നുണ്ട. സുഹൈൽ, എനിക്കെന്താ ഒരു വികാരം ഇല്ലാത്ത? ഇവിടെ ആക്കിയാ പോലെ കേട്ടാ. ഇത് ഞാൻ ഒഴിച്ചു പോയി. ഇതാണ് തക്കോസ് കേട്ടാ. കുറച്ചും കൂടെ ഒന്ന് അയച്ചു തരാം. എത്തിക്കാലതാ വെട്ടി പോണ് കേട്ടോ. ഇത് മറ്റേ പണ്ട് കല്യാണപ്പുരന്ന് മറ്റേ ഇതടിക്കും പോലെ ആയിപ്പോയി അല്ലേ? കല്യാണപ്പുരന്ന് ഫ്ലാഷ് അടിക്കുമ്പോ പിന്നെ ആരും അനങ്ങല്ല. പ്ലേറ്റ് തന്നെ ഉണ്ടാവും കൈ. അയിലം കാട്ടിക്കോ. മറ്റേല് അയിലം കാട്ടിക്കോ. ശ്രദ്ധിക്കോ, വാങ്ങിയിട്ട് അയിലം കാട്ടിക്കോ. അയിലം കാട്ടിക്കോ, അതിൽ തന്നെ. ആ മതി. ഓക്കെ. ചായ എത്തി. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്നിരിക്കണം. ചായ കുടിക്കാൻ തയ്യാറായി നിൽക്കുന്ന 2 യുവാക്കളെ നിങ്ങൾക്ക് കാണാം.
അതോ ഷുഗർ ഇടുന്ന അതോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവിടെ കേബിന് കണ്ടോ പാർട്ടീഷൻ ചെയ്ത് നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെ എല്ലാം ഫ്ലോറെല്ലാം ചെയ്യുന്ന ആ ഒരു ഷീറ്റില്ലേ അത് വെച്ചിട്ട്. മുകളിൽ നോക്ക്, മുകളിലൊന്നും ചെയ്തില്ല. AC-ൻ്റെ എല്ലാം താഴെ ഒരു ബ്ലാക്ക് പെയിൻറ്റും അടിച്ച്. എക്സ്പെൻസ് വളരെ കുറവ്, പക്ഷേ ലക്ഷറി ഹോട്ടൽ. ഒന്നും ചെയ്തില്ല. വേസ്റ്റ്, ഫയർ വാട്ടർ ലൈന് എല്ലാം കണ്ട മുകളിൽ എവിടെയും കവർ ചെയ്തിട്ടില്ല, ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ട്. സത്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇനി എൻ്റെ സെലക്ഷൻ കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ഒരു റഷില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ വെച്ചാൽ പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല അടിപൊളി, നല്ല അടിപൊളി. ഞാൻ നല്ല ഫുഡ് കുഴപ്പമില്ല. റൈസ് നമുക്ക് വേണ്ടിടത്തോളം കിട്ടും, പക്ഷെ മട്ടൻ കിട്ടില്ല. അതെ, അതിപ്പോൾ കിട്ടുമല്ലോ. പിന്നെ വെച്ചാൽ ഇപ്പോൾ ഷുഹൈലിന് സത്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടൂർ ഇഷ്ടമാതിരി അടിപൊളിയാണ്. ഫാമിലി ആയിട്ട് ഒന്നും നോക്കാനില്ല, ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി നല്ലൊരു ഹോട്ടൽ. അതെ അതെ, തീർച്ചയായും അല്ലേ. ഒരു തിരക്കുമില്ല, എന്നാൽ പിന്നെ തിരക്ക് ഇല്ലായികയില്ല. പിന്നെ ഒരു ബോറിങ് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു ഇവിടെ വന്നിട്ട് ഇങ്ങനെ എത്രയും പെട്ടെന്ന് പോകണം, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കഴിച്ചിലാണോ, അങ്ങനെ ഒരു ഇതില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല സർവീസ്, നല്ല സർവീസ്, കുഴപ്പമില്ല, നല്ല സർവീസ്. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5-ൽ ഒരു 4 കൊടുക്കാം അല്ലേ. 3-3.5. നമ്മളെ ഫരീജിൻ്റെ ഒരു മറ്റൊരു വേർഷൻ, അതാണ് ഖറൂഫ്. ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു കപ്സ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മജ്ബൂസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആൾക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല റൈസ് കഴിക്കുന്ന കേരളക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനാണെങ്കിൽ ചിലപ്പോൾ 2-3 റൈസ് വാങ്ങി നമ്മൾ തന്നെ ഒരു പ്ലേറ്റ് എക്സ്ട്രാ വാങ്ങിയിട്ട് ഒപ്പിച്ചു. എന്തായാലും സംഗതി സൂപ്പർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ signing off. Bye bye, see you.